അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരവായ എൻ്റെ ഗുരുനാഥന്മാരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, സഹപാഠി സുഹൃത്തുക്കളെ, ഉപ്പമാരെ, നമുക്കറിയാം, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ ചെറിയ ഒരു ഓഫർ കിട്ടുമെന്ന് പറഞ്ഞാൽ, ചെറിയ എന്തെങ്കിലും മൊബൈലിലോ അല്ലെങ്കിൽ കടകളിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ അങ്ങാടിയിലോ ചന്തകളിലോ ചെറിയ ഒരു ഓഫർ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പോയി അവിടെ തിരക്ക് കൂട്ടും, തിങ്ങിക്കൂടും. എന്നാൽ റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മോട് പറഞ്ഞത്, നമ്മൾ പൈസ കൊടുക്കുന്നത് മാതിരി, സദക്ക കൊടുക്കുന്നത് മാതിരി പറഞ്ഞ ഒരുപാട് പുണ്യമായ അമലുകളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. അത് നാം ആരും ചെയ്യാൻ ധൃതി കാണിക്കാറില്ല, തിരക്ക് കൂട്ടാറില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സദക്കയാണ്. നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മളെ മുഖമൊക്കെ വാട്ടി, മുഖമൊക്കെ ചുരുക്കി, മുഖമൊക്കെ ദേഷ്യപ്പെട്ടാൽ നമ്മൾ പോവുക. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുക, ഒന്ന് പുഞ്ചിരിക്കുക, അതൊരു സ്വതക്കയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമെ കുറേ നന്മകൾ നമ്മൾ മിസ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ദുനിയാവിന് വേണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടേക്ക് നമ്മൾ ഓടുകയാണ്. എന്നാൽ ഇത് നമുക്ക് എന്നേക്കുമുള്ള ഒരു ഓഫറാണ്, എന്നെന്നും നമുക്ക് ബാക്കിയാവുന്ന ഒരു പുണ്യമായ കർമ്മമാണ് സഹോദരന്മാരെ. എന്താണ്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ സലാം പറയാം. റോഡിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു മാലിന്യം എന്തെങ്കിലും കാണുകയും സൈഡിലേക്ക് നീക്കിയിടുക, ഒരു കല്ലെന്തെങ്കിലും കാണുകയും സൈഡിലേക്ക് തട്ടിടുക. ഒരുപാട് അമലുകൾ. ഇതേമാതിരി നമ്മൾ പള്ളിക്ക് വണ്ടിയാണ് കയറുക, നിസ്കാരം തുടങ്ങാനാകുമ്പോഴാണല്ലോ പള്ളിക്ക് വരിക. നമ്മളെന്ത് ചെയ്യുക? കുറച്ച് നേരത്തെ വന്നിട്ട് പള്ളിക്ക് കക്കൂസുക്ക് ആദ്യം നമ്മളെന്ത് ചെയ്യുക? പള്ളിക്ക് വരുമ്പം ഒളിർക്കുമ്പം ബാത്റൂമിൽ കയറുമ്പോൾ എന്ത് ചെയ്യുക? ഒളിർക്കുന്ന മുമ്പായിട്ട് ബാത്റൂമിൽ കയറുമ്പോൾ ഇടത്തെ വാലിച്ച് കയറുക, നമ്മുടെ ഇടത്തെ കാല് വെച്ച് കയറുക. അതൊരു സുന്നത്താണ്, അതൊരു ചര്യയാണ്, റസൂൽ ചര്യയാണ്. എന്നിട്ട് പറയാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹുബ്സി വൽ ഹബായിസി. ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. നമുക്ക് പാത്താൻ കൂട്ടിയിട്ട് നേരെ കയറണം കക്കൂസ്ക്ക്, കാര്യം കഴിച്ച് നേരെ ഇറങ്ങണം. ഏത് കാല് വെക്കണം നമ്മൾ നോക്കണില്ല, എങ്ങനെ കയറണം നോക്കണില്ല, എന്ത് ചൊല്ലണം, ടൈമില്ല. നമ്മൾ ടൈമില്ല. ഒരു ജീവിതത്തിൽ കിട്ടുന്ന ഒരുപാട് നന്മകളാണിത്, നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ചിന്തിക്കണം, ഞാൻ എത്ര നന്മ ചെയ്തിക്കണ്, എത്ര തെറി വിളിച്ചിക്കണ്, എത്ര തോന്നിവാസം പറഞ്ഞത്, എത്ര തെമ്മാടിത്തരം പറഞ്ഞു പറഞ്ഞാൽ ഒരുപാട് കണക്കുണ്ടാവും. കണക്കുകൾ കൂട്ടിയൊക്കെ തീരുക. പക്ഷേ ഇന്ന് ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹുബ്സി വൽ ഹബായിസി, അതേമാതിരി ഇറങ്ങുമ്പോൾ ഉഫ്രാനക്ക. അതേമാതിരി അത് കഴിഞ്ഞ് പള്ളിക്ക് ഇങ്ങനെ വരുമ്പം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുത്തത്വഹിരീൻ. പ്രാർത്ഥന ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ചിന്തിക്കുക, സ്വന്തം ചിന്തിക്കുക. അതുപോലെ തന്നെ പള്ളിക്ക് കയറുമ്പം വലത്തെ കാൽ വെച്ച് കാണ്ട് അല്ലാഹുമ്മ ഇഫ്തഅലി അബ്വാബ വറഹ്മതിക, അല്ലാഹുവേ നിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം എനിക്ക് നീ തുറന്നു തരണമേ. അതേമാതിരി പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ജീവിതത്തിൽ നിരന്തരം നമുക്ക് ചെയ്യാൻ പറ്റണേ. അതേമാതിരി പാൻറ് ഇടുമ്പോൾ വലത്തെ കാല് വെച്ച് ഇടുക. അങ്ങനെ ഒരുപാട് നന്മകൾ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമൂഹം, നമ്മുടെ മുസ്ലിം സമുദായം, ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നില്ല. നമ്മൾ ചിന്തിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നന്മകളാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാതെ പോകാൻ പറ്റുന്ന നന്മകളാണ് ഇതൊക്കെ. നമ്മൾ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഒരു ദിവസം എത്ര നന്മകൾ എനിക്കും നിങ്ങൾക്കും വന്നു പോകുന്നുണ്ട്, അതിലെത്രണ്ണം ഞാനും നിങ്ങളും മുറുകെ പിടിക്കുന്നുണ്ട്, എത്രണ്ണം എനിക്കും നിങ്ങൾക്കും ക്യാച്ച് ചെയ്യാൻ, പിടിച്ചു പറ്റാൻ പറ്റുന്നുണ്ടെന്ന് സ്വന്തത്തിനോട് ചോദിച്ച് മറ്റുള്ളവർ ആരോടും നോക്കണ്ട. നമ്മൾ സ്വന്തം കാര്യം നോക്കി, എനിക്ക് എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമൂഹത്തിന്, ഞങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. അതേമാതിരി ചോറൊക്കെ തിന്നുമ്പോൾ വാപ്പാരൊക്കെ വീട്ടിൽ നിന്ന് ചോറൊക്കെ തിന്നുമ്പോൾ ഉറക്കെ ഒരാൾ പറഞ്ഞാൽ മതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുകയാണ്. റബ്ബിൻ്റെ നമുക്ക് അന്നം തന്ന രക്ഷിതാവിൻ്റെ നാമത്തിൽ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എന്താ, മറന്നവർക്കൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഓല് ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു ഓലും ചൊല്ലും. അതേമാതിരി അതിൻ്റെ പ്രതിഫലം നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടി, മക്കളെ കിട്ടി, ബോധിച്ചു. അതുമാതിരി അത് കഴിഞ്ഞാൽ എണീക്കുമ്പോൾ അൽഹംദുലില്ലാ
അൽഹംദുലില്ലാ, എനിക്ക് അന്നം തന്ന സർവ്വലോക രക്ഷിതാവിന് അൽഹംദുലില്ലാ. അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാഹുമ്മ അത്അമനി, എനിക്ക് ഭക്ഷണം നൽകിയവന്, വസക്കാനി, എന്നെ കുടിപ്പിച്ചവന്, വജഅൽനി മിനൽ മുസ്ലിമീൻ, എനിക്ക് അന്നപാനീയം നൽകിയവനും എന്നെ കുടിപ്പിച്ചവനെ നീ മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തണമേ. നമുക്ക് അന്നം തന്നവനെ അവനെയും എന്ത് ചെയ്യുക, നമുക്ക് പാനീയം തന്നവനും നീ മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തണേ. ഒരു പ്രാർത്ഥന. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളും ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന കുറേ നന്മകളാണ്. ഞാൻ നിങ്ങളും ആ നന്മകൾ കരസ്ഥമാക്കുവാൻ, ചെറിയ ചെറിയ നന്മകൾ, റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ, റബ്ബിൻ്റെ ചെറിയ ചെറിയ നന്മകൾ സ്വർഗം നേടാൻ ഒരു പക്ഷേ അത് കാരണമാവും. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അത് സൂക്ഷിച്ച് അത് പരമാവധി ക്യാച്ച് ചെയ്തുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുക. നാഥൻ നമ്മളെ അവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.